കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗാഥയാണെങ്കിൽ അവിടെ നവീൻ കൃഷ്ണയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക, എനിക്കിപ്പോൾ തന്നെ പോകണം എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്നേരം മോളുകുട്ടിക്കും ദേഷ്യം വരുക. മോളുകുട്ടി ചോദിക്കണേ, അവരിപ്പം ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാൽ തന്നെ അതിലെന്താ കുഴപ്പം? നവീൻ ശരിക്കും താലി കെട്ടിയത് കൃഷ്ണയുടെ കഴുത്തിലല്ലേ? അത് കേൾക്കുന്നതും ദേഷ്യം വരുന്ന ഗാഥ മോൾക്കുട്ടീനെ തല്ലാൻ കയ്യോങ്ങുവാണ്. അന്നേരം മോൾക്കുട്ടിയും ഒരു കൂസലില്ലാതെ കടുപ്പിച്ച് ഗാഥയൊന്ന് നോക്കുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗാഥ കൈയൊക്കെ മാറ്റുവാണ്. അന്നേരം മോളിക്കുട്ടി കേൾക്കണേ, എന്തു പറ്റി, തല്ലുന്നില്ലേ? തല്ലി നോക്ക്, അപ്പം അറിയാം ഈ മോളിക്കുട്ടി ആരാണെന്ന്. എടി, നിന്നെപ്പോലെ കുറേ പേരെ കണ്ടിട്ടുള്ളതായി മോളിക്കുട്ടി. സ്റ്റാൻഡിലുണ്ടല്ലോ ഇതുപോലെ വേഷം കെട്ട് കാണിക്കാൻ ആരെങ്കിലും വന്നാലുണ്ടല്ലോ ആദ്യം കൈവെക്കുന്നത് ഈ മോളിക്കുട്ടി തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള എൻ്റെ അടുത്താണോ നിൻ്റെ പേടിപ്പിക്കലും ഭീഷണിയൊക്കെ? നീ നിൻ്റെ മമ്മിയും ആരാണെങ്കിലും നിങ്ങൾ എത്ര കൊമ്പത്തുള്ളവരാണെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ കൂടുതൽ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയാലുണ്ടല്ലോ ഇപ്പം തന്നെ ഞാൻ നവീനെ വിളിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുണ്ടല്ലോ കൃഷ്ണയെ നവീൻ്റെ ഭാര്യയാക്കി വിടും. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് കരയേണ്ടി വരുന്നത് നീ മാത്രമായിരിക്കും. എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തീരെ താല്പര്യമില്ല. നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയുകയോ സംസാരിക്കുകയോ അങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടാവുകയോ ചെയ്യരുതെന്നാണ് കൃഷ്ണ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിൻ്റെയും മാതിരിയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ എന്നെ നിയന്ത്രണം വിട്ടുപോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ നവീൻ്റെ റൂമിൽ നവീൻ്റെ അടുക്കി നിൽക്കുന്നതാണ്. അന്നേരം നവീനാണെങ്കിൽ പ്രണയത്തോടു കൂടി കൃഷ്ണയോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അതെ, വ്രതങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. നാളെ വിഷുക്കണി ഒരുക്കി കണി കാണുന്നത് വരെ വ്രതങ്ങൾ തുടരണം. അന്നേരം നവീൻ പറഞ്ഞേ, അങ്ങനെയുണ്ടോ? മുത്തശ്ശി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അമ്മ തന്നെ റൂമിലേക്ക് വിടുമോ? അത് പിന്നെ മുത്തശ്ശി പറഞ്ഞതാ, ഞാൻ കള്ളം പറയുന്നൊന്നുമല്ല. മുത്തശ്ശി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്ര നാൾ കാത്തിരുന്നില്ലേ, കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ പോരെ? വിഷുക്കണി ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സമില്ല, എല്ലാ ശുഭമായി കഴിയും. വ്രതത്തിന് എന്തെങ്കിലും പങ്കം വരുത്തിയാലുണ്ടല്ലോ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് നവീൻ അങ്ങനെ കഷ്ടപ്പെടുകയോ എന്തെങ്കിലും അപകടം പറ്റുകയോ ചെയ്താൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നവീൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. തൽക്കാലം ഞാനിപ്പോൾ പൊക്കോട്ടെ റൂമിലേക്ക്. അന്നേരം നവീൻ പറഞ്ഞേ, ശരി, ഇനി ഈ റൂമിൽ താമസിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ വ്രതത്തിന് ഒരു മുടക്കവും വരുത്തണ്ട. അത് ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. എന്താണെങ്കിലും നമ്മൾ ഇത്ര നാൾ കാത്തിരുന്നതല്ലേ, ഇനി ഒരു ദിവസവും കൂടി കാത്തിരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ പഴയ കഥയായിട്ട് താൻ എത്തിയല്ലോ. ഇതുപോലെ താൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി കഥ. നവീൻ, ഞാൻ ഈ റൂമിൽ നിന്ന് പോകുന്നതിൽ പിണക്കമൊന്നുമില്ലല്ലോ? ഇല്ല, താൻ എന്നോട് ഇന്ന് സംസാരിച്ച രീതിയും എനിക്കെൻ്റെ പഴയ കാര്യം തിരിച്ചു കിട്ടിയാലുള്ള സന്തോഷം മാത്രം മതി. ഇന്നത്തെ ദിവസം പോയിട്ട് കിടന്നുറങ്ങാൻ. പിന്നെ നാളെ മുതൽ താൻ എൻ്റേതാണല്ലോ. നമ്മുടെ ജീവിതം നാളെ മുതൽ അങ്ങ് തുടങ്ങാം. ഇനിയിപ്പോൾ വ്രതത്തിന് എന്തെങ്കിലും പങ്കം വരുത്തി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ താൻ സങ്കടപ്പെടേണ്ട. അന്നേരം കൃഷ്ണ പറയണേ, വ്രതത്തിന് എന്തെങ്കിലും വീഴ്ച വന്നാലേ അതിൻ്റെ ദോഷം എൻ്റെ നവീൻ അനുഭവിക്കേണ്ടി വരും. നവീൻ അങ്ങനെ ഒരു ദോഷം അനുഭവിക്കാൻ പാടില്ല. സന്തോഷത്തോടെ ഇരിക്കണം നവീൻ. അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നവീനെ ഞാൻ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് നവീൻ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അതിരാവിലെ തന്നെ നവീൻ്റെ കണ്ണുപൊത്തി പൂജാമുറിയിലേക്ക് കണി കാണാനായിട്ട് കൊണ്ടുപോകുന്ന കൃഷ്ണനെയാണ്. ഈ സമയം അച്ഛനും അമ്മയും അച്ഛമ്മയും അതുപോലെ കീർത്തിയും നിർമ്മലയും ഉദയനും എല്ലാവരും കണ്ണൊക്കെ പൊത്തി കണി കാണാനായിട്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് വിഷുക്കണി കണ്ട് മനസ്സ് നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. സത്യം പറയാലോ ഗാഥ, ഇത്രയ്ക്ക് അടിപൊളിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒത്തിരി ഇഷ്ടമായി വിഷുക്കണിയും അതിരിക്കുക തൻ്റെയും. അങ്ങനെ വിഷുക്കണിനെ കുറിച്ച് അവർ സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്ത് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ഒച്ചയൊക്കെ വേണ്ടോ. അന്നേരം നവീൻ പറയണേ, മാണിക്കുഞ്ഞായിരിക്കും, ഞാൻ ചെന്ന് വാതിൽ തുറന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് നവീൻ പുറത്തേക്ക് ചെന്ന് വാതിൽ തുറന്ന് മാണിക്കുഞ്ഞിനെ സ്വീകരിക്കുക. സാറേ, ഞാൻ ലൈറ്റായിട്ടില്ലല്ലോ. ഏയ്, ഞങ്ങളിതാ കണി കണ്ടു, അതിനെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുമായിരുന്നു. താൻ വന്ന സമയം കൊള്ളാം, വേഗം വാ. ഇന്നത്തെ ഈ കണി കണ്ടില്ലെങ്കിൽ തനിക്കത് വലിയൊരു നഷ്ടമായി തീരുവാനും. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞിനെ കൂട്ടി പൂജാമുറി വരുവാണ്. അങ്ങനെ മാണിക്കുഞ്ഞും കണിയൊക്കെ കണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുക. എന്നിട്ട് പറയണേ, എന്നാലും നവീൻ സാർ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കഥാ മാഡം. സൂപ്പർ കണി. ഇത്തവണ എത്തിയില്ലായിരുന്നെങ്കിലേ ഇതുപോലൊരു വിഷുക്കണി മിസ്സായാന്. ഈ സമയം നവീൻ പറയണേ, അതെ, ആരും പിരിഞ്ഞു പോകല്ലേ. അങ്ങനെ പറഞ്ഞ് നവീനും മാണിക്കുഞ്ഞും റൂമിലേക്ക് ചെന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ള വിഷുക്കോടിയൊക്കെ ആയിട്ട് വരുക. എന്നിട്ട് നവീൻ അതെല്ലാം ഗാഥയുടെ കയ്യിലേക്ക് കൊടുക്കണേ. ഗാഥ, ഇത്തവണത്തെ വിഷുക്കോടി തൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ കൃഷ്ണയുടെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കുള്ള വിഷുക്കോടി കൊടുക്കുവാണ്. പിന്നീട് മാണിക്കുഞ്ഞിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ മാണിക്കുഞ്ഞിന് സന്തോഷമാകുവാണ്. പിന്നീട് നവീനും കൃഷ്ണക്കുമുള്ള വിഷുക്കോടിയാണ്. അതവർ പരസ്പരം കൈമാറുന്നുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് തന്നെ വിഷു ആഘോഷമെല്ലാം നടത്തുവാണ് കേട്ടോ. ഇതേസമയം ഗാഥയാണെങ്കിൽ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുക. അതെ, നേരം വെളുക്കാറായി, അവൾ ഇതുവരെ എത്തിയില്ലല്ലോ. ഇന്നലെ എന്തൊക്കെയായിരുന്നു നിൻ്റെ പാചകക്കസരത്ത്, കൂട്ടുകാരിയുടെ മഹിമയെയും ത്യാഗത്തെയൊക്കെ കുറിച്ച്. എന്നിട്ട് അവൾ അവിടെ അവിടെ നിന്ന് വരാൻ പറ്റി കാണില്ല. അവൾക്ക് അവിടെ പിടിച്ചു പോയി കാണും. അവൾ ആഗ്രഹിച്ചതുപോലെ നവീൻ അവൾക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുകയല്ലേ.
കുറച്ച് നേരം കൂടി കാക്കും, എന്നിട്ട് അവൾ വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലും. നിനക്കെന്താ ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഇന്നലെ നിൻ്റെ നാവിന് നല്ല നീട്ടമുണ്ടായല്ലോ, ഇപ്പം എന്തു പറ്റി? നാവടഞ്ഞു പോയോ? അങ്ങനെ ഗാഥ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കോട്ടോ കൃഷ്ണയുടെ കോള് മോളിക്കുട്ടിക്ക് വരുന്നത്. അങ്ങനെ മോളിക്കുട്ടി ഫോൺ എടുക്കുക. ഹലോ മോളിക്കുട്ടി, അതെ ഇവിടുത്തെ വിശ്വാഘോഷമൊക്കെ കഴിഞ്ഞു, ഉടനെ തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങും. ഗാഥയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ, ഞാൻ ഉടനെ തന്നെ എത്തും. നീ എത്രയും പെട്ടെന്ന് വാ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ഞങ്ങളുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം മോളിക്കുട്ടി പറയണേ, അതെ കൃഷ്ണയെ വിളിച്ചത്, അവളെ ഉടനെ തന്നെ എത്തും. അത് കേട്ടിട്ടും ഗാഥയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ ഇരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അവിടെ സുമിത്ര വിഷു പായസമൊക്കെ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിക്കോട്ടോ കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം നിർമ്മല കീർത്തിയും കൂടി അവിടെ എത്തുന്നുണ്ട്. എല്ലാവരും ഇത് എവിടെയാ? പായസം ഒന്നും കുടിക്കണ്ടേ? അമ്മേ ഇതാ ഉണ്ണിയപ്പം കഴിക്ക്, ഇതാ മോളെ കഴിക്ക്. നിർമ്മല കീർത്തി അങ്ങനെ എല്ലാവർക്കും ഉണ്ണിയപ്പൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അതിനുശേഷം സുമിത്ര പറയണേ, ഞാൻ പോയി നന്ദേട്ടനെ നവീനേക്ക് വിളിച്ചിട്ട് വരാം. മോളെ ഗാതെ ഇതാ മോൾക്ക് വേണ്ടി എടുത്ത് വെച്ച പായസോ, മോളിത് കുടിക്കണേ. അങ്ങനെ പറഞ്ഞ് നിർമ്മല എല്ലാവരെയും വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം മുത്തശ്ശിയും അവിടെ നിന്ന് പോകുന്നുണ്ടാവും. അന്നേരം കൃഷ്ണയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ കൃഷ്ണയും അവിടെ നിന്ന് മാറി നിൽക്കുവാണ്. ഈ സമയം നിർമ്മല പറയണേ, മരുമോൾക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം പായസം എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അവൾക്ക് ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു പൊടിയുണ്ട്. അത് കൃഷ്ണക്ക് കുടിക്കാനായിട്ട് വെച്ചിരുന്ന പായസം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുവാണ്. ഈ സമയം ഫോണിൽ സംസാരിച്ച് തിരികെ വന്ന കൃഷ്ണ ഈ കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കൃഷ്ണ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുവാണ്. എന്നിട്ട് സുമിത്രയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വരുവാ. മോൾ പായസം കുടിച്ചില്ലേ? ഞാൻ കുടിക്കാം, ഇത് മോളെ കുടിക്കുക എന്ന് പറഞ്ഞ് സുമിത്ര തന്നെ ആ പായസം എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടെൻഷനിൽ നിൽക്കുവാണ്. അന്നേരം സുമിത്ര പറയണേ, അത് ശരി, നിർമ്മല ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ഈ പായസമൊക്കെ ഈ ഗ്ലാസ്സിലേക്കൊന്ന് പകർത്തി വെച്ചില്ലേ? അന്നേരം നിർമ്മല പറയണേ, അല്ല ഇതിനൊക്കെ ഇനി ഓരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇനി നമ്മളെന്തെങ്കിലും ചെയ്ത് കൊളമാക്കി എന്നുള്ള പരാതിയൊന്നും വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാഞ്ഞത്. അങ്ങനെ സുമിത്ര തന്നെ എല്ലാ ഗ്ലാസ്സിലേക്കും പായസം ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നോക്കിയിരിക്കുക അതൊഴിക്കുക എന്നും പറഞ്ഞ് കീർത്തിയോടും നിർമ്മലയോടും കൂടി ഒഴിക്കാൻ പറയുന്നുണ്ട്. അന്നേരം നിർമ്മല പറയണേ, കീർത്തി നീ ഇതിലേക്ക് പായസം ഒഴിക്കുക, ഞാൻ പോയി ഉയർട്ടിനെ കൂടി വിളിച്ചിട്ട് വരാം. അങ്ങനെ കീർത്തിയുടെ ഗ്ലാസ്സിലേക്ക് പായസം മാറ്റുന്ന ആ സമയത്തുണ്ടല്ലോ കീർത്തിയുടെ കണ്ണ് തെറ്റുന്ന സമയത്ത് ആ ട്രെയിൽ ഒഴിച്ചു വെച്ചിരുന്നൊരു പായസം എടുത്ത് പകരം പൊടി ചേർത്ത പായസം അവിടെ തന്നെ തിരികെ വെക്കുവാണ് കേട്ടോ കൃഷ്ണ. പിന്നീട് പായസം കുടിക്കാനായിട്ട് ഓരോരുത്തർ വരുവാണ്. അങ്ങനെ എല്ലാവരുടെ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ഉദയനെയും കൂട്ടി നിർമ്മല ഇവിടെ എത്തുന്നുണ്ട്. അന്നേരം നിർമ്മല പറയണേ, ഗാദി ഇതുവരെ പായസം കുടിച്ചില്ലേ? എന്തായി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? കുടിക്കുന്നേ, ഇത് കുടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നീ തന്നെയല്ലേ. ഇത്തവണത്തെ വിഷു ഇത്ര മനോഹരമാക്കിയത് ഗാഥയല്ലേ? വിഷുക്കണി ഒരുക്കിയതും പായസം ഉണ്ടാക്കിയതും ഒക്കെ ഗാഥ തന്നെയല്ലേ? അപ്പോൾ ഈ പായസം കുടിച്ച് അതിൻ്റെ സന്തോഷം പൂർണ്ണമാക്കേണ്ടതും ഗാഥ മോള് തന്നെയല്ലേ? അന്നേരം ഉദയനും പായസം കുടിക്കുമോ? എൻ്റെ പൊന്നെ, എന്തൊരു രുചിയായി പായസത്തിന്. അല്ലെങ്കിലും ഇന്നത്തെ വിഷുക്കണിയും വിഷു പായസവും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അന്നേരം മുത്തശ്ശി വരണേ, ഇന്ന് നിർമ്മലയും ഉദയനും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളല്ലോ, എന്തു പറ്റി എന്നും പറഞ്ഞ് അവരെല്ലാം അത്ഭുതത്തോടെ സംസാരിക്കുവാണ്. പിന്നീട് നിർമ്മലയും കീർത്തിയും വീണ്ടും നിർബന്ധിക്കണേ, എന്താ ഗാഥ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, പായസം കുടിക്കുന്നേ? അന്നേരം ഗാഥ പറയണേ, അമ്മായി പറഞ്ഞതല്ലേ കുടിച്ചു കളയാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ പായസം ഫുള്ള് കുടിക്കുവാണ്. അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്ടോ നിർമ്മല. എന്നിട്ട് നിർമ്മല പറയണേ, ഞാൻ പായസം കുടിച്ചില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഒരു കപ്പ് പായസം എടുത്ത് ഒറ്റ വലിക്കത് കുടിച്ചു തീർക്കുവാണ്. പായസം കുടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞതും നിർമ്മലയുടെ കിളിയൊക്കെ പോകുവാണ് കേട്ടോ. നിർമ്മല ആകെ കിറങ്ങി പിച്ചും പെയ്യും പറയാൻ തുടങ്ങുക, എന്താ ഒരു സന്തോഷം, എടാ മാണിക്കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല നാക്ക് ഒഴിഞ്ഞിങ്ങനെ സംസാരിക്കുവാണ്. ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. അമ്മായി നിങ്ങൾക്കിതെന്താ പറ്റിയത്? എൻ്റെ നമീ സാറേ, അമ്മായി കൈവിട്ട് പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ സമയം കീർത്തിക്കും ഉദയനുമൊക്കെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാതെ അവർ അന്തം വിട്ട് നിൽക്കുവാണ്. അന്നേരം നിർമ്മലയാണെങ്കിൽ ആടിക്ക് ഒഴിഞ്ഞെന്ന് ഉദയൻ്റെ അടുത്ത് എന്നിട്ട് പറയണേ, ഉദയേട്ട മൈ ഡിയർ, എന്തൊരു സന്തോഷം എനിക്കെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. നിർമ്മലയുടെ ഈ കോപ്രായൊക്കെ കണ്ടിട്ട് ചിരി അടക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. അപ്പോൾ ഈ സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്